കഥ മിട്ടുവും മാന്ത്രിക മണിയും. ഒരിക്കൽ ഒരു ഇടതൂർന്ന കാട്ടിൽ മിട്ടു എന്നു പേരുള്ള ഒരു കുട്ടി ആനയുണ്ടായിരുന്നു. മിട്ടുവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മറ്റു ആനകളെപ്പോലെ ഗൗരവക്കാരനല്ല അവൻ. എപ്പോഴും എന്തെങ്കിലും വികൃതികൾ ഒപ്പിച്ച് നടക്കാനാണ് മിട്ടുവിന് ഇഷ്ടം. ഒരു ദിവസം കാട്ടിലെ വലിയ അരുവിയുടെ തീരത്ത് കളിക്കുമ്പോൾ മിട്ടുവിനൊരു അത്ഭുത വസ്തു കിട്ടി. മണ്ണിൽ പുതഞ്ഞുകിടന്ന ഒരു സ്വർണ്ണമണി. അവൻ അത് പതുക്കെ തുമ്പിക്കൈകൊണ്ടെടുത്തു. എന്നിട്ട് കിലുക്കി. പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചു. മിട്ടു ആ മണി കിലുക്കുമ്പോൾ അവന് കാട്ടിലെ പക്ഷികളോടും ചിത്രശലഭങ്ങളോടും സംസാരിക്കാൻ കഴിയുന്നു. അപ്പോൾ ഒരു മഞ്ഞ ചിത്രശലഭം പറന്നു വന്നു മിട്ടുവിനോട് പറഞ്ഞു, മിട്ടു, കാട്ടിന്റെ അങ്ങേയറ്റത്തുള്ള ആപ്പിൾ മരത്തിൽ നിറയെ പഴങ്ങൾ പാകമായി നിൽപ്പുണ്ട്. പക്ഷേ ഒരു വലിയ മുള്ളൻ പന്നി അവിടെ കാവലുണ്ട്. ആരെയും അടുപ്പിക്കില്ല. ഇത് കേട്ട മിട്ടു നേരെ അങ്ങോട്ടേക്ക് ഓടി. അവിടെ എത്തിയപ്പോൾ കണ്ടത് സങ്കടപ്പെട്ട് നിൽക്കുന്ന കുറേ കുരങ്ങന്മാരെയാണ്. ആ പാവം കുരങ്ങന്മാരെ മുള്ളൻ പന്നി ആപ്പിൾ എടുക്കാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും ടിങ് ടിങ് കിലുക്കുന്നു. മിട്ടു തന്റെ മാന്ത്രിക മണി ഒന്നുകൂടി കിലുക്കി. എന്നിട്ട് മുള്ളൻ പന്നിയുടെ ഭാഷയിൽ പതുക്കെ ചോദിച്ചു, കൂട്ടുകാരാ, നീ എന്തിനാ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? നമുക്കെല്ലാവർക്കും കൂടെ ഈ ആപ്പിൾ കഴിച്ചൂടെ? മുള്ളൻ പന്നി തലതാഴ്ത്തി പറഞ്ഞു, എനിക്ക് കൂട്ടുകാരില്ല, അതുകൊണ്ട് ഞാൻ തനിച്ചായപ്പോൾ ദേഷ്യം വന്നതാണ്. മിട്ടു മുള്ളൻ പന്നിയെ ചേർത്ത് പിടിച്ച് തന്റെ കൂട്ടുകാരനാക്കി. പിന്നെ എല്ലാവരും ചേർന്ന് ആപ്പിൾ പങ്കുവെച്ച് കഴിച്ചു. ആ ദിവസത്തോടെ കാട്ടിലെ ഏറ്റവും നല്ല കൂട്ടുകാരനായി മിട്ടു മാറി. ഇന്നും കാട്ടിലെവിടെയെങ്കിലും ടിങ് ടിങ് എന്ന് ശബ്ദം കേട്ടാൽ അത് മിട്ടുവും കൂട്ടുകാരും സന്തോഷത്തോടെ കളിക്കുന്നതാണെന്നാണ് കാട്ടുവാസികൾ പറയുന്നത്. കൂടുതൽ കഥകൾ കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂട്ടുകാരെ.